ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് ലെമൺ ആൻഡ് ഡേറ്റ്സ് അച്ചാറൊക്കെ ഇടണമായിരുന്നു. അപ്പോൾ അത് ഒരു 5 കിലോ നാരങ്ങയൊക്കെ അരിഞ്ഞ് വരാനൊക്കെ സമയം എടുക്കുകയെ അതൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത്തിരി ഇതായി. പിന്നെ കഴിഞ്ഞ ഞാൻ ആ വാഷിംഗ് മെഷീൻ ഇട്ടോണ്ട് എനിക്ക് ബീന ഒരു കമൻ്റ് ഇട്ടായിരുന്നു. വാഷിംഗ് മെഷീനെ നമ്മൾ അത് ട്യൂബ് ക്ലീൻ ചെയ്യണം എപ്പോഴും, പിന്നെ വാട്ടർ ഫിൽറ്റർ അത് ക്ലീൻ ചെയ്യണം, ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, എവരിഡേ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. എവരിഡേ ഞാൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യാറില്ല, മറ്റേത് ഞാൻ ചെയ്തിട്ടുമില്ല കേട്ടോ. ഈ ഫിൽറ്ററിന് മാത്രമേ ആ ഓപ്ഷനെ ഞാൻ കണ്ടു. ഈ ഇപ്പോഴത്തെ മെഷീൻ്റെ അകത്ത് എല്ലാ ട്യൂബ് ക്ലീനിങ് എന്നും അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മെഷീൻ ഒരു 15-16 വർഷം ആയതാണ് കേട്ടോ. അത്രയും അത് ഓടി ഡെയിലി ഇട്ട് കിടന്ന് അതിനായിട്ട് ഊപ്പാട് വരുത്തുമല്ലായിരുന്നു. അതുകൊണ്ട് അതങ്ങ് സഹികെട്ട് അത് നിന്നെന്നുള്ളതാണ്. 15-16 വർഷം ആയതാണ്. ഫിൽറ്റർ ഞാൻ എവരിഡേ കഴുകാറില്ല, ആഴ്ചയിൽ കഴുകും, അല്ല ക്ലീൻ ചെയ്യും. അതിൻ്റെ അകത്തെ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യും. അപ്പം എനിക്കൊരു ആൻറ്റിയും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഈ മെഷീൻ 8 കിലോ എന്ന് പറഞ്ഞിട്ട് അത്രയും തുണി ഇടാൻ ഞാൻ പഴയ മെഷീൻ്റെ അകത്ത് ഇട്ടതിൻ്റെ അത്രയും പോലും തുണി ഇത് ഇടാൻ പറഞ്ഞു. ചുമ്മാ 8 കിലോ എന്നൊക്കെ ഇടുക. ആൻറ്റി പറഞ്ഞത് എൻ്റെ വിജി ഇത് സെയിം അവസ്ഥ ഞങ്ങൾക്കും ഉണ്ടായി. ആൻറ്റിയുടെയും പഴയ മെഷീൻ കളഞ്ഞിട്ട് ഇതുപോലെ അതിനേക്കാൾ ഇത്രയും കൂടെ ലോഡുള്ള കിലോടെ എടുത്തത്. പക്ഷേ ആൻറ്റിയുടെ ആ മെഷീൻ്റെ അകത്ത് പഴയത് അവർ 2 പേരേ ഉള്ളൂ. ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഓരോ ദിവസം ഓരോരുത്തരുടെ അങ്ങനെ ഇട്ടാൽ ചെയ്യുന്നതെന്ന്. ഇതുപോലെ ഞാൻ പറയല കുത്തുന്നു. ഇപ്പോഴത്തെ വരുന്ന പുതിയ മോഡലിൽ ഈ ട്യൂബിനെല്ലാം നീളക്കുറവും അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതാണ്. എനിക്കും അത് അബദ്ധം പറ്റിയത്. ഞങ്ങൾ വലിയ തുണി ഷീറ്റുകളൊക്കെ ഇട്ടാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷേ ഇത്തിരി എന്തോ ചെയ്യാനാ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൊണ്ട് അറിയിക്കുക കേട്ടോ. അന്നേരം രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എഡിറ്റിങ് ഞാൻ പറയില്ല, ഈ വീഡിയോ ഞാൻ ഇന്നലെ ഫുള്ള് എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നേരം പിന്നെ എൻ്റെ വോയിസ് ഓവർ ഉണ്ട്, എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഇന്ന് ഞാൻ ഇൻട്രോ എടുത്തത് അത് മാത്രം ഉണ്ട്, ബാക്കി ഒന്നുമില്ല. ഇതിപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് വോയിസ് ഓവർ കൊടുക്കുക. എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് പറയണേ. അപ്പോൾ ഞാൻ രാവിലെ പൂരിക്കുള്ളതൊന്ന് കുഴച്ച് വെച്ചേ. എന്നിട്ട് ഉരുളൻകിഴങ്ങ് ഞാൻ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു 12 മണി കഴിയും. ഫ്രീസം മോനെ കിടത്തും, പോളും ചിലപ്പം കിടക്കും. ചിലപ്പം കോളേജ് ആയതുകൊണ്ട് ഞാൻ പറയാം എളുപ്പം കിടക്കാൻ, പപ്പായ നോക്കിയിരിക്കേണ്ടെന്ന് പറയും. അപ്പോൾ 12 മണി ആയപ്പോഴൊന്ന് കുക്കറി വേവിച്ചിട്ട് ഞാൻ വെളിയിലെടുത്ത് ഇങ്ങനെ വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ട് ഉരുളൻകിഴങ്ങ് നന്നായി ബോയിലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് ഉടച്ചുടനെ അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചപ്പുല്ലൊക്കെ ഇട്ട് ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. തീ ഒന്ന് കുറച്ചിട്ട് ഇച്ചിരി നേരം കൂടെ അതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് എൻ്റെ ഈ മസാല പൂരിയുടെ ഈ പൊട്ടറ്റോ മസാല ഒന്ന് റെഡിയാക്കിയിട്ട് ചായ ആറ്റിച്ചെടുക്കാമെന്ന് വെച്ച്. ഇന്ന് ഞാൻ എന്താണെന്നോ പൂരി മസാല ഉണ്ടാക്കാൻ കാര്യം, കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പിട്ട് പ്രൈസമോൻ എന്ന് പപ്പാടുത്ത് പറയുന്നത് കേട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടതാണ്. പപ്പാടുത്ത് എന്ന് പറഞ്ഞു, പപ്പ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്ന് ആലു അവർ പൂരിയും കൊണ്ടുവന്ന് നല്ലതായിരുന്നെന്ന്. അപ്പം ഞാൻ അന്നേരം പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ചാടി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. അന്നേരം റീച്ചാൻ പറഞ്ഞു അവന് പൂരിയും ആലുവും മീൻസ് പൊട്ടറ്റോ മസാലയും കൂടെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് ഇവന് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞു, റീച്ച കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ പൂരി ഇത് ഉണ്ടാക്കിയുണ്ടേ, ഇവന് ഈ ബാജി വേണ്ടാന്നും പറഞ്ഞ് സബ്ജി വേണ്ടാന്നും പറഞ്ഞ് ഇവൻ ഇവിടെ ബഹളമല്ലായിരുന്നോ. എനിക്ക് ഉണ്ടാക്കിത്താ, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഞാനിത് ഉണ്ടാക്കുക. അപ്പോൾ ഇതുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്ക് ഞാൻ കൊണ്ട് കോഫി കൊടുത്ത് എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി പൂരിയാണ്. ഞാൻ പറഞ്ഞു, അന്ന് പൂരിയുടെ കൂടെ എന്തുവാ? ഞാൻ പറയും പൊട്ടറ്റോ മസാല. അയ്യോ പൊട്ടറ്റോ മസാല. ഞാൻ ചോദിച്ചാൽ എന്തുവാ?
പൊട്ടറ്റോ മസാലയാണോ? ഞാൻ പറഞ്ഞു ഞാൻ എന്താ നീ അല്ലേ പറഞ്ഞത് നിനക്ക് പൊട്ടറ്റോ മസാല ഇഷ്ടമാണ്, അതുണ്ടാക്കി തന്നാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മിണ്ടി ഒരിക്കലും മര്യാദയ്ക്ക് കൊണ്ടുപോയേക്കണം എന്ന് പറഞ്ഞു. ഇവനെ അവസരം അനുസരിച്ച് ഇടപെടുന്ന ആളെ ഇപ്പം അവന് ഇഷ്ടമല്ല എങ്കിലും നമ്മൾ ഇത്തിരി പ്രീസമോ നല്ല കൊച്ച, അവനൊന്നും മാറ്റി വെക്കത്തില്ല, അവൻ കൊടുക്കുന്ന എല്ലാം കഴിക്കും എന്ന് പറയുവാണെങ്കിൽ പറയാം ഞാൻ കഴിച്ചോളാം എന്ന് പറയും. എന്നാൽ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, ഒരു ഇച്ചിരി പേരിനും വേണ്ടി കഴിക്കും. പിന്നെ കൊണ്ടുപോയിട്ട് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്തോ ചിന്തിച്ചേ, എൻ്റെ മനസ്സിൽ 3-4 ദിവസത്തിന് മുമ്പിട്ട് പറഞ്ഞ സംഭവം എൻ്റെ കൊച്ചിന് പിന്നെ ഉരുളൻകിഴങ്ങ് മസാല ഇഷ്ടമായല്ലേ, അതെൻ്റെ മനസ്സിൽ ഇരുന്നിട്ട് ഞാൻ ഇന്നങ്ങ് ഉണ്ടാക്കിയതാണ്. ഏതമ്മമാരും ഇങ്ങനെ എത്ര വയ്യേലും എത്ര ചെയ്യണ്ടെന്ന് വെച്ചാലും മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എപ്പോഴും നമ്മളത് ഉണ്ടാക്കി കൊടുക്കും. എല്ലാ അമ്മമാരും ഇതുപോലെ. അപ്പം ഞാൻ ആദ്യം പൂരി ഒരു 10-12 ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിടാനും ഡാഡിക്കൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ വീണ്ടും ഉണ്ടാക്കുമായിരുന്നു ചെയ്യുന്നത്, പരത്തി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാനിത് ഒന്ന് പരത്തി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കാണും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നന്നായിട്ട് ഇങ്ങനെ കുമ്മിളിച്ച് വന്നത്. ചിലത് ചുരുക്കം 1-2 കുമ്മിളിച്ചില്ല, കാരണം ഞാനിത് പരത്തി വെച്ചിട്ടല്ല പിന്നെ ചായ ഉണ്ടാക്കിയതും മസാലയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം പൂരി ഇങ്ങനെ ഉണ്ടാക്കും. പൂളിങ്ങനെ ചൂട് നല്ല ഇങ്ങനെ ബോളിയായിട്ടിരിക്കുന്നതാണ് അവനിഷ്ടം. അപ്പം രാവിലത്തെയൊക്കെ കഴിഞ്ഞു. പിന്നെ പൂരി പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പാതാമ്പരം കണ്ടോ, ഇങ്ങനെ എല്ലാം രാവിലത്തെ ഒരു ഇല്ല കരിമ്പും കാട്ടിൽ ആന കയറുന്നത് പോലാണ് കിച്ചണിൻ്റെ അവസ്ഥ. എല്ലാം വലിച്ചു വാരിയിട്ടേക്കുക. ഇവനെ കൊച്ചിനെ ഒന്ന് വിട്ട് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ടാണ് ഞാനിതെല്ലാം പിന്നെ ചെയ്യുന്നത്. പിന്നെ ഈ ടേബിളെല്ലാം തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെള്ളമെല്ലാം വെച്ച് അതാണ് ഏറ്റവും കൂടുതൽ രാവിലത്തെ ഒരു വലിയ ജോലിയായിട്ട് നമുക്ക് തോന്നുന്നത്. എല്ലാം ഒന്ന് പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു പകുതി ആശ്വാസമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട് ഇറക്കി. ഗ്യാസ് പിന്നെ ആ മസാലയൊക്കെ ഇട്ടണ കടുക് പൊട്ടിച്ചപ്പോഴൊക്കെ ഇച്ചിരി എണ്ണ തെറിച്ച് അതും ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും വലിയ ക്ലീനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പാത്രങ്ങളിൽ സോപ്പെല്ലാം ഇട്ട് വെച്ചതാണ്, ഇനി കഴുകി എടുത്താൽ മതി. പിന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി അതെല്ലാം എടുത്തൊന്ന് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇനി ഇപ്പം കഴുകിയ പാത്രങ്ങളെടുത്ത് അങ്ങോട്ടൊന്ന് ഇടട്ടെ. അപ്പം ഞാൻ ഇന്നാളെ ഇൻസ്റ്റയിൽ ഈ ചൂട് സമയത്ത് നോക്കിയുണ്ടേ നമ്മുടെ ഈ കൂജ ഉണ്ടല്ലോ, തണുത്ത വെള്ളം എടുക്കുന്ന മൺകലം, അത് സ്റ്റാൻഡോട് കൂടി ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെ സ്ക്രോൾ ചെയ്ത വഴിക്ക്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എവിടെ വെക്കുന്നത്, ഇവിടെ വെക്കാൻ സൗകര്യമില്ലല്ലോ. അപ്പോൾ റീച്ചാൻ പറയുകയും ചെയ്ത് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ വെക്കുന്നത് എവിടെ, അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കണ്ടേ. അപ്പോൾ ഇവിടെ ഇത്രയുള്ള സ്ഥലത്ത് അതോട് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ പിന്നെ അതുകൊണ്ടങ്ങ് വാങ്ങിക്കാതിരുന്നത്. എനിക്ക് മൺകലത്തിലെ വെള്ളമൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിനി ക്യാനൊക്കെ ഒന്ന് കഴുകി ക്യാനിൻ്റെ അകത്തൂടെ ഇനി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി അതിൽ ബേസൻ, നമ്മൾ മാവ് കുഴച്ച് വെച്ച ബേസൻ കഴുകിയില്ല, അതിൻ്റെ അകത്ത് മാവെല്ലാം ഒട്ടിയിരിക്കുമായതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഈ അരി കഴുകുന്ന വെള്ളം അങ്ങോട്ട് ഒഴിച്ചിടുവാണ്. ആ മാവെല്ലാം ഒന്ന് കുതിരട്ടെ. കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, വെള്ളമൊക്കെ ഒന്ന് അനന്ന് വന്നിട്ടുണ്ടെ അരിയും കൂടെ കഴുകി ഇട്ടിട്ടുണ്ട്, അതവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അന്നേരം ഇന്നലെ മുട്ട വാങ്ങിച്ചായിരുന്നു, അപ്പോൾ ഇന്നൊരു മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ പ്രീസമ്മ സന്തോഷത്തോടെ അവനെന്നാ ഉച്ചയ്ക്ക് വരുന്ന ഉടനെ അവൻ അന്നേരം വിശപ്പ് കാണും. അവന് ഇഷ്ടമല്ലാത്ത കൂട്ടാനോ കറിയോ ആണെങ്കിൽ അവൻ അന്ന് ഫാസ്റ്റിംഗ് ആണെന്ന് പറയും. അപ്പോൾ മുട്ടക്കറി കാണുമ്പോൾ അവൻ പറയും ചപ്പാത്തി താന്ന് പറയും. സവാള ഇപ്പോൾ കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഇത്തിരി ബ്ലാക്ക് കൂടുതലാണ്, അത് എത്ര കഴുകിയാലും അങ്ങോട്ട് പോകത്തില്ല. നന്നായിട്ട് ഉറച്ചരച്ച് കഴുകിയാലും അതങ്ങോട്ട് കുറയത്തില്ല. എത്ര ലെയർ നമ്മൾ കളയും. ഇപ്പം 40 രൂപ എങ്ങാണ്ട സവാളയ്ക്ക്. ഇപ്പം ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത്. അപ്പം ഞാനിന്ന് കടയിൽ സാധനം
ഓർഡർ ചെയ്തോണേ. എനിക്ക് നാരങ്ങ ഈന്തപ്പഴം അച്ചാറിടണമല്ലോ. അപ്പം ഞാൻ നമ്മുടെ കടയിൽ നിന്നാണ് ഈന്തപ്പഴം വാങ്ങിച്ചത്. അപ്പം 1/4 കിലോ പാക്കറ്റായിരുന്നു. അപ്പം ഞാൻ 2 കിലോ വാങ്ങിച്ചു. ഇവിടെ വന്ന് നോക്കിയ ഉടനെ 10 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബില്ല് നോക്കിയ ഉടനെ എടുത്തേക്കുന്നത് 2 കിലോയുടെ ബില്ലേ എടുത്തുള്ളൂ. അപ്പം ഞാൻ ഉടനെ വിളിച്ച് പുള്ളിക്കാരനോട് ഞാൻ 2 കിലോയാ പറഞ്ഞത്, നീ എനിക്ക് 2.5 കിലോ ഇട്ടിട്ടുണ്ട്, 2 കിലോയുടെ ബില്ലേ എടുത്തിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അയാൾ പറയും, യോ താങ്ക് യു. കാരണം അവരെത്രമാത്രം ഈ ഓരോ ഇതിൽ നിന്നും അവർക്ക് എത്ര ലാഭം കിട്ടാനാണ്. അപ്പം പുള്ളി ഈ ഓർഡർ എടുത്ത സമയത്ത് പുള്ളി ഓർഡർ എടുത്തു. എന്നിട്ട് അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞ്, കൊച്ചനോ ആരോ 3-4 പേരുണ്ട് ഇവിടെ മാറിയും തിരിഞ്ഞോ സാധനം കൊണ്ടുവരുന്നത്. അന്നേരം അവരെടുത്ത വഴിക്ക് അവർക്ക് തെറ്റിയ ഇതാണ്. അന്നേരം അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് മുതലാളിക്ക് ഇപ്പം നമ്മളിങ്ങനെ എല്ലാവരും നമ്മുടെ കൂട്ട് ചിന്തിക്കണമെന്നില്ല. അവർ എടുത്ത് മാറ്റി. കാരണം ബില്ല് 2 കിലോയുടെ എടുത്തുള്ളൂ, ബാക്കി 2 പാക്കറ്റിൻ്റെ അവരെടുത്തിട്ടില്ല. അപ്പോൾ ഇന്നാളും ഇതുപോലെ ബട്ടർ, ഞാൻ 200 ഗ്രാമിൻ്റെ ബട്ടർ പറഞ്ഞോണ്ടേ അവർ 450 ബട്ടറാണ് കൊടുത്ത് വിട്ടേ. ബില്ലെടുത്തതും 200 ഗ്രാമിൻ്റെയാണ്. ഞാനത് ഉടനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനങ്ങ് കൊടുത്ത്. നമുക്ക് ഒരിക്കലും മറ്റുള്ളവരോട് ആഗ്രഹിക്കരുത്. അപ്പം നമുക്കും ഇതേ അവസ്ഥ ചിലപ്പം വരുമായിരിക്കും. അത് നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഞാൻ പറയും, മറ്റുള്ളവരുടെ ഒരു സാധനവും നിങ്ങൾ എടുക്കരുത്. ഒരു പെൻസിൽ പോലും ക്ലാസ്സിൽ അഥവാ എന്തെങ്കിലും പെൻസിൽ കിടക്കുകയാണെങ്കിൽ നീ എടുക്കാൻ പോകണ്ട. ഒന്നിൽ അതെടുത്ത് ടീച്ചറുടെ കൊടുക്കുക. മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കരുത്, എടുക്കരുത്. അത് നമ്മളൊരു ചെയ്യുന്ന കള്ളത്തരമാണ്. ചെറിയ കള്ളം ചെയ്തിട്ടാണ് വലിയ കള്ളത്തിലേക്ക് പോകുന്നത്. അതുപോലെ കള്ളം പറച്ചിലും. കള്ളം പറയത്തില്ലെന്നല്ല, കള്ളം പറയും പിള്ളേർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. പല കള്ളം, ഒരു കള്ളം മറയ്ക്കാൻ അടുത്ത കള്ളം പറയേണ്ടി വരും. അങ്ങനെ അതൊരു വലിയ കള്ളമാവും. അപ്പോൾ അങ്ങാർക്ക് അതൊന്നും ഒത്തിരി സന്തോഷമായി. ഭാബി താങ്ക് യു ഭാബി എന്നും പറഞ്ഞ്. ചിലപ്പോൾ ആ 1/4 കിലോ പാക്കറ്റിലായിരിക്കും 2-3 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1/2 കിലോ എന്ന് പറഞ്ഞാൽ 100 രൂപ, 1/4 കിലോ 50 രൂപയാണ്. അപ്പം എനിക്ക് നാരങ്ങ ഈന്തപ്പഴത്തിൻ്റെ ഞാൻ ഇപ്പം വാങ്ങിക്കത്തില്ലായിരുന്നു. നാരങ്ങ അർജൻറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഇപ്പം റേറ്റ് നല്ല വിലയാണ് നാരങ്ങയ്ക്ക്. നേരത്തെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പണ്ടത്തെ ആ വില നമുക്ക് ആ സമയത്തൊക്കെ, ഇപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ 40-50 വാങ്ങിച്ചത്. ഇപ്പോൾ ആ 40-50 ഇല്ല. ഏറ്റവും കുറഞ്ഞത് 70-80 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു. ഞാനങ്ങനെ മല്ലിയില വാങ്ങിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ച് റീച്ചാൻ്റെ അടുത്ത്, എനിക്കിത്തിരി ഈ ഉരുളൻകിഴങ്ങ് മസാലയ്ക്കകത്ത് ഇത്തിരി മല്ലിയില വേണം. അതുകൊണ്ട് അപ്പോൾ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ആ പഞ്ചസാര ചേർക്കുമ്പം ആ മസാലകളുടെയൊക്കെ ആ കുത്തലും അതൊക്കെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്കിനി തോരൻ വെക്കാൻ ക്യാരറ്റാണ് അതിൽ കൂടുതലും. ഇവിടെ എനിക്ക് ക്യാരറ്റ് മാത്രം ഇട്ട തോരൻ ആ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ റീച്ചാൻ ഇഷ്ടമല്ല. റീച്ചാനെ പ്രതി ഞാൻ പിന്നെ ഒരു ഇച്ചിരിയും കാബേജ് ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കാരണം പച്ചക്കറി പോകുമ്പം വാങ്ങിച്ചൊന്ന് പയറും വെണ്ടയ്ക്കയും ക്യാരറ്റും കാബേജും പിന്നെ മിക്സ് ബാജി, ഇതെല്ലാം 2 ദിവസത്തേക്കിനേ ഉള്ളൂ. ഒരു മെഴുക്കുവരട്ടി പിന്നെ കോവയ്ക്ക, ഒരു മെഴുക്കുവരട്ടി, ഒരു തോരനൊക്കെ ആകുമ്പം 2 ബാജി അങ്ങ് മാറുമേ. പിന്നെ ജിയോ മാർട്ട് വിളിക്കുമ്പോൾ ഇപ്പോൾ പച്ചക്കറികൾ അങ്ങനെ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ബുക്ക് ചെയ്യണം. ചിലപ്പോൾ രാവിലെ അങ്ങ് മറന്നു പോകും. ഉച്ചയാകുമ്പോഴത്തേക്കിന് സാധനമൊക്കെ തീരും. അതുകൊണ്ട് ഇത്തിരി പരിതാപകരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് അരിഞ്ഞത്. ഇന്നെൻ്റെ ഒരു സബ്സ്ക്രൈബർ അബുദാബിയിൽ നിന്ന് എനിക്ക് കുറച്ച് മീൻ കാണിച്ച് എന്നെ കൊതിപ്പിച്ച്. അതും കിങ് ഫിഷ്, നല്ല തുണ്ടൻ മീൻ. ഞാൻ പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാനാണോ എന്ന്. ഇന്നലെ ഞാൻ റീച്ചാൻ പറഞ്ഞു, മീൻ ഒരിച്ചിരി ചാറയിലും കിട്ടാഞ്ഞൊരു വല്ല, നമ്മളില്ലേ കഴിച്ചുകൊണ്ട് നമുക്കൊരു ശീലം. ഇത്തിരി ഉണക്കമീൻ ഇരിപ്പുണ്ട്, അതിനേക്കായി നമുക്കൊരു പച്ചമീനോടല്ലേ ഒരു താല്പര്യം. റൈസൻ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നു, ഇപ്പം ഫിഷ് ഇല്ലയോ മമ്മീന്ന്. ഞാൻ പറഞ്ഞ് ഫിഷ് ഇല്ല മോനേന്ന്. ഐസിലിട്ട മീനുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് 500 രൂപ അയല. അപ്പം തോരനോടെ വെച്ചാൽ പിന്നെ നമ്മുടെ ജോലി തീർന്നു ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.